അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിലെ വളരെ നിസ്സാരമായ തെരഞ്ഞെടുപ്പുകൾക്കും നിസ്സാരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ അഹോരാത്രം തയ്യാറെടുപ്പുകളൊക്കെ നടത്താറുണ്ട് അല്ലേ? കുട്ടികളാണെങ്കിൽ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പരീക്ഷകൾക്കൊക്കെ വേണ്ടി ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആരംഭിക്കാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഘട്ടങ്ങളിലൂടെ അവൻ കടന്നു പോകുമ്പോൾ ആഹ്റം എന്ന് പറയുന്ന അവൻ്റെ വലിയൊരു റിസൾട്ട് വരാനിരിക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ വിജയിയാണെങ്കിൽ ശാശ്വതമായ വിജയി, പരാജിതനാണെങ്കിൽ ശാശ്വതമായ പരാജിതൻ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഒരു തിരുത്തലുകൾക്കും ഒരു ഇമ്പ്രൂവ്മെൻറ്റിനും ഒരു പരീക്ഷയ്ക്കും ഒന്നും സ്കോപ്പില്ലാത്ത ആ ആഹ്റം എന്ന് പറയുന്ന ലോകത്ത് വിജയിക്കുന്നവനാവാൻ വേണ്ടിയാണ് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള പുണ്യദിനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത്തരത്തിൽ പരിശുദ്ധമായിരിക്കുന്ന റജബിനെയും ഷഅബാനിനെയും റമദാനിനെയും ബന്ധപ്പെടുത്തി അതിൻ്റെ മൂന്നിൻ്റെയും പുണ്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് മഹത്തുക്കൾ പഠിപ്പിച്ച നിരവധിയായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാന്മാർ പറയുന്നത് കാണാൻ കഴിയും. റജബ് എന്ന് പറയുന്നത് ഷഹ്റുൽ ഇസ്തിഗ്ഫാറാണ്, പാപമോചനം കൂടുതലായി തേടേണ്ട മാസമാണ് റജബ് എന്ന് പറഞ്ഞാൽ. ഷഅബാൻ ഷഹ്റു സ്വലാത്തി അലൻ നബിയിൽ മുഖ്താർ, ഷഅബാനാവട്ടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ കൂടുതലായിട്ട് അവിടുന്ന് സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു ഹദീസാണല്ലോ, റജബുൻ ഷഹ്റുല്ലാ, റജബ് എന്നത് അള്ളാഹുവിൻ്റെ മാസമാണ്. ഷഅബാനു ഷഹ്രി, ഷഅബാൻ എന്നത് എൻ്റെ മാസമാണ്. റമളാനു ഷഹ്റു ഉമ്മത്തി, റമളാൻ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണെന്ന ഹബീബായ റസൂലിൻ്റെ വളരെ പ്രസിദ്ധമായ ഹദീസുണ്ട്. ഈ ഹദീസിൻ്റെ വെളിച്ചത്തിലൊക്കെയാണ് മഹാന്മാർ ഇത് പഠിപ്പിച്ചു തരുന്നത്. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ അള്ളാഹു തൻ്റെ അടിമകൾക്ക് പാപമോചനം നൽകിക്കൊണ്ടും അവൻ്റെ സുഹൃതങ്ങളുടെ വിരിമാറിലേക്ക് അവരെ ആനയിച്ചുകൊണ്ടും തുറന്നു വെക്കപ്പെടുന്ന മാസമാണ്. അപ്പോൾ അത്തരത്തിൽ ആ മാസം കടന്നു വരുമ്പോൾ ഇസ്തിഗ്ഫാറിനെ നമ്മൾ അധികരിപ്പിക്കണം. അതുകൊണ്ടാണ് റജബിനെ ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ്. എന്നാൽ ബാക്കി സ്വലാത്ത് റജബിൽ പറ്റില്ല എന്നല്ല ഇതിനർത്ഥം, മറിച്ച് റജബിൽ കൂടുതലായി ഇസ്തിഗ്ഫാറിനെ നമ്മൾ അധികരിപ്പിക്കുക. ഷഅബാനെ സംബന്ധിച്ചിടത്തോളം ഷഹ്റു സ്വലാത്തി അലൻ നബിയിൽ മുഖ്താർ, ഷഹ്രി എന്നാണ് ഹബീബായ റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് മുത്തായ റസൂലിൻ്റെ പേരിൽ സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. റമളാനു ഷഹ്റുൽ ഖുർആൻ, റമളാൻ എന്ന് പറയുന്നത് ഖുർആനിൻ്റെ മാസമാണ്. ഖുർആൻ പാരായണം ചെയ്യേണ്ടതിൻ്റെയും ഖുർആനിനെ പരമാവധി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഓതിക്കൊണ്ടും പാരായണം ചെയ്തുകൊണ്ട് പകർത്തേണ്ടതും. കാരണം ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നാണ് പരിശുദ്ധമായിരിക്കുന്ന റമളാനിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ അല്ലാഹു ഖുർആൻ ഇറക്കപ്പെട്ട മാസമായ റമളാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ മാസത്തിനെ മൂന്നും വളരെ പ്രധാനമായി ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. കേവലം റമളാനാകുമ്പോഴേക്ക് നന്നാകാം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മഹത്തുക്കൾ പറയുന്നത് കാണാൻ കഴിയും. റജബ് എന്ന് പറയുന്നത് ഒരു കൃഷിയോട് ഉപമിച്ചുകൊണ്ട്, കൃഷിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പരുക്കനായി കിടക്കുന്ന ആ ഭൂമിയെ നമ്മൾ ഉഴുതുമറിച്ചുകൊണ്ട് അതിൽ കൃഷിക്ക് അനുയോജ്യമാക്കി തീർക്കണമെന്ന് പറയാറുള്ളത് പോലെ റജബിൽ നമ്മുടെ മനസ്സാകുന്ന വിളനിലത്തിലെ കൃഷിയിടത്തിനെ ഇപ്പോൾ പരിക്കനായി പാപങ്ങളുടെ കളകളൊക്കെ വളർന്നുകൊണ്ട് അതങ്ങനെ പരന്നു കിടക്കുക. അപ്പോൾ അതിനെ ഉഴുതുമറിച്ചുകൊണ്ട് മനസ്സിനെ പരുവപ്പെടുത്തിയെടുത്ത് സംസ്കരിച്ചെടുത്ത് അതിനെ പാകപ്പെടുത്തിയെടുക്കേണ്ട മാസമാണ് പരിശുദ്ധമായിരിക്കുന്ന റജബ്. ഷഅബാനിനെ സംബന്ധിച്ചിടത്തോളം ഈ പരുവപ്പെടുത്തിയെടുക്കപ്പെട്ടതായ ആ നിലത്തിൽ കൃഷിയെ ഇറക്കേണ്ട, അതിന് വെള്ളവും അതിനെ വളർത്തിയെടുക്കേണ്ട മാസമാണ് പരിശുദ്ധമായിരിക്കുന്ന ഷഅബാനിനെ സംബന്ധിച്ച് മഹത്തുക്കൾ പറയുന്നത്. റമളാനാവട്ടെ ഈ റജബിൻ്റെയും ഷഅബാനിൻ്റെയും ഫലങ്ങളെ ഉപയോഗപ്പെടുത്താൻ, അതിൻ്റെ ഫലങ്ങളെ കൊയ്തെടുക്കുന്ന കൊയ്ത്തുകാലമാണ്, നന്മയുടെ കൊയ്ത്തുകാലമാണ് പരിശുദ്ധമായിരിക്കുന്ന റമളാൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ റജബിനെയും ഷഅബാനിനെയും റമളാനിനെയും ഉപമപ്പെടുത്തിക്കൊണ്ട് അത് മൂന്നിനെയും ഉപയോഗപ്പെടുത്തുമ്പോഴാണ് യഥാവിധി റമളാനിൻ്റെ ഫലങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല മഹാനായിരിക്കുന്ന അബൂബക്കറുൽ വാരിഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, റജബ് എന്ന് പറയുന്നത് മഴയ്ക്ക് മുന്നോടിയായുള്ള കാറ്റ് പോലെയാണെന്നാണ്. ഈ കാറ്റാണ് മേഘങ്ങളെ തൊളിച്ചു കൊണ്ടുവരുന്നത്. ഷഅബാനിനെ സംബന്ധിച്ചിടത്തോളം അത് മേഘപാളികളെ പോലെയാണ്, മഴമേഘങ്ങളെ പോലെയാണ്. മാത്രമല്ല റമളാൻ എന്ന് പറയുന്നത് അത് മഴയെപ്പോലെയാണ്. ആ മഴയായിട്ട് അത് വിശ്വാസികൾക്ക് റഹ്മത്തായിട്ട് അത് ചൊരിക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായിരിക്കുന്ന റമളാൻ. അപ്പോൾ ഈ രീതിയിൽ റജബിനെയും ഷഅബാനിനെയും റമളാനിനെയും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ തന്നെ റജബിൽ തന്നെ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കം നമുക്ക് നടത്തേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വിവക്ഷ. റജബിൽ അതിനൊക്കെ പുറമെ നമ്മൾ കൂടുതലായി പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആരാധനയാണ് നോമ്പ്. കൂടുതലായിട്ട് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇതിൻ്റെ മഹത്വത്തെ വിവരിക്കുന്ന, റജബിലെ നോമ്പെടുക്കുന്നതിൻ്റെ മഹത്വത്തെ വിവരിക്കുന്ന നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസന്നവദനനായ
വളരെ ഈമാൻ തുടിക്കുന്ന ഒരാളെ കണ്ട സമയത്ത് അദ്ദേഹത്തെ കൊണ്ട് ആശ്ചര്യപ്പെട്ടു എന്നാണ്. ഇയാളെക്കാൾ വലിയൊരു മനുഷ്യൻ ഇനി ലോകത്തുണ്ടാകുമോ എന്ന് ആശ്ചര്യപ്പെട്ട സമയത്ത് അവിടുന്ന് ഒരു അശരീരി വന്ന യാ ഈസ മൻ സ്വാമ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ മിൻ റജബിൻ ഫഹു അക്രമു മിൻ ഹാദാ. അലയോ ഈസ, മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും റജബിൽ നോമ്പെടുത്താൽ ഈ കാണുന്ന നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയ ഈ സുന്ദരവദനനായ ഈമാൻ പ്രശോഭിക്കുന്ന ഈ വ്യക്തിയേക്കാൾ മഹാന്നതനായിരിക്കും റജബിൽ നോമ്പെടുത്ത ആൾ എന്ന് തുടങ്ങുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല മഹാനായിരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഒരിക്കൽ അദ്ദേഹം മുആദ് റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ മുആദ് എന്നവരോട് ചോദിച്ചു എന്നാണ്, അല്ലയോ മുആദ് എന്നവരെ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ നിന്നാണ് വരുന്നത്. എന്താണ് റസൂൽ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയും, മൻ സ്വാമ യൗമൻ മിൻ റജബിൻ യബ്തഗീ ബിഹി വജ്ഹല്ലാഹി തആല ദഖലൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന റജബിൽ നോമ്പനുഷ്ഠിച്ചാൽ, ഒരു ദിവസത്തെ നോമ്പനുഷ്ഠിച്ചാൽ, യൗമൻ എന്നാണ് പറഞ്ഞത്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഹബീബായ റസൂൽ പറഞ്ഞുവെന്ന് മുആദ് എന്നവർ മറുപടി കൊടുത്തപ്പോൾ മഹാനായിരിക്കുന്ന അനസ് എന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, മുആദ് എന്നവർ ഇങ്ങനെ പറയുകയുണ്ടായി, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് 3 തവണ ഹബീബായ റസൂലുള്ള അവിടുന്ന് സാക്ഷ്യപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തി എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ റജബിൽ നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ പുണ്യം എത്രത്തോളമാണ്. നാളെ മഹ്ശറയിൽ ഈ ലോകവാസികളായ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവരെല്ലാവരും അവരുടെ മാതാവ് പ്രസവിക്കപ്പെട്ട ദിവസത്തിൽ ഏത് രീതിയിലായിരിക്കുന്നു, ആ പിറന്ന പടിയിലായിരിക്കും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുക, വിവസ്ത്രരായിട്ടായിരിക്കും അവരെ ഉണ്ടാവുക എന്ന് ഹബീബായ റസൂൽ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ മഹദി അവിടുന്ന് ചോദിച്ചു എന്നാണ്, അല്ലയോ റസൂലെ, അവർ ആ രീതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ പരസ്പരം നോക്കുകയില്ലേ, അവർ പരസ്പരം കാണുകയില്ലേ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, അതിനൊന്നും അവർക്ക് അവിടെ സമയം ഉണ്ടാകില്ല. കാരണം ആ ഒരു ഭയാനകമായ പ്രതിസന്ധി നിറഞ്ഞ ഒരു സമയമാണ്. എൻ്റെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ റിസൾട്ട് എന്താണ്, ഞാൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നന്മകൾ എനിക്ക് കണക്കിലെടുക്കപ്പെട്ടിട്ടുണ്ടോ, എൻ്റെ തിന്മകളെ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ, ഈ രീതിയിലുള്ള പ്രയാസ പ്രതിസന്ധി ടെൻഷനൊക്കെ അനുഭവിച്ച് നിൽക്കുന്ന സമയത്ത് അവർക്ക് പരസ്പരം നോക്കാനെന്നുള്ള അവസരമൊന്നും ഉണ്ടാവുകയില്ല, ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല എന്ന് ആയിഷ ബീബിയോട് പറഞ്ഞപ്പോൾ മഹദി അവിടുന്ന് ചോദിച്ചുവെന്നാണ്, അല്ലയോ റസൂലെ, അന്ത്യനാളിൽ ഇത്തരത്തിൽ എല്ലാവരും വിവസ്ത്രരായി ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അന്ന് വസ്ത്രം ധരിച്ച് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂൽ അവിടുന്ന് മറുപടി കൊടുക്കുന്നുണ്ട് എന്നാണ്, അൽ അംബിയാഉ വഅഹ്ലുഹും വസ്വാഇമു റജബിൻ വശഅബാന വറമളാന അലൽ വിലാഖ് എന്ന് ഹബീബായ റസൂൽ പറയുന്നു. അപ്പോൾ മഹ്ശറയുടെ ഭയാനകമായ സാഹചര്യത്തിൽ വിശപ്പില്ലാതെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകൾ, ദാഹമില്ലാതെ വിശപ്പില്ലാതെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകളാണ് ഒന്ന് അംബിയാക്കൾ. അത്തരത്തിലായിരിക്കുമ്പോൾ അഹ്ലുഹും, അംബിയാക്കളുടെ അഹ്ല്, അവരുടെ വിശ്വാസത്തിലായി ദീനിലായി മരണപ്പെട്ടു പോയവർ, വസ്വാഇമു റജബിൻ വശഅബാന വറമളാൻ, റമളാനിലും റജബിലും ഷഅബാനിലും ബിലാഅൻ തുടരെയായി നോമ്പനുഷ്ഠിച്ച ആളുകൾക്കായിരിക്കും അത്തരമൊരു സൗഭാഗ്യം മഹ്ശറയിൽ വെച്ചുണ്ടാവുക എന്ന് ഹബീബായ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത് കാണാൻ കഴിയും. മാത്രമല്ല മൻ സ്വാമ യൗമൻ മിൻ റജബിൻ സഖാഹുല്ലാഹു മിൻ ദാലിക നഹർ എന്ന് പറഞ്ഞുകൊണ്ട് റജബ് എന്നത് പേരിൽ സ്വർഗത്തിൽ ഒരു നദി തന്നെയുണ്ട് എന്നാണ്. വളരെ സമ്പുഷ്ടമായ ഫലഭൂഷ്ടമായിട്ടുള്ള വളരെ നന്മകൾ നിറഞ്ഞതായ പാലിനേക്കാളും തേനിനേക്കാളൊക്കെ വലിയ ഗുണങ്ങളുള്ള ആ അരുവിയിൽ നിന്ന് കുടിക്കുന്നത് റജബിൽ നോമ്പനുഷ്ഠിച്ച ആളുകൾ മാത്രമായിരിക്കും. അവർക്കതിൻ്റെ പേരിൽ, റജബ് എന്ന പേരിൽ ഒരു അരുവി തന്നെയുണ്ടെന്ന് ഹബീബായ റസൂൽ പറയുന്നതായി മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രമല്ല മഹാനായിരിക്കുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും, സ്വർഗത്തിൽ റജബ് എന്ന് പറയുന്ന പേരിലുള്ള ഒരു കൊട്ടാരം തന്നെയുണ്ട്. ആ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത റജബിനെ യഥാവിധി ഉപയോഗപ്പെടുത്തുകയും അതിൽ നോമ്പനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും അത്തരത്തിലുള്ള റജബ് എന്ന പേരിലുള്ള ആ മണിമാളികകളിലേക്കുള്ള പ്രവേശനം ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഈ ഒരു അർത്ഥത്തിൽ നിരവധി ശ്രേഷ്ഠതകൾ അടങ്ങിയ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഇനിയും നമ്മൾ ആരെയാണ് കാത്തു നിൽക്കേണ്ടത്? പരിശുദ്ധമായിരിക്കുന്ന റജബിൻ്റെ ഓരോ സെക്കൻഡുകളും ഉപയോഗപ്പെടുത്തി നമ്മുടെ മനസ്സിനെ ഷഅബാനിൽ വിളമിറക്കാൻ വേണ്ടിയുള്ള പരുവപ്പെടുത്തുന്നതിൻ്റെ രീതിയിലേക്ക് ആ ഒരു തയ്യാറെടുപ്പുകളിലൂടെ ആയിരിക്കണം നമ്മൾ കടന്നു പോകേണ്ടത്. എന്നാൽ മാത്രമാണ് റമളാനിനെ യഥാർത്ഥത്തിൽ ഫലവത്തായി നമുക്ക് രൂപപ്പെടുത്താൻ, അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയൂ എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വർഗം കരസ്ഥമാക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കണമല്ലോ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ സാമീപ്യം പരലോകത്ത് അനുഭവിക്കുക എന്നത്. അതായിരിക്കും അവന് അനുഭവിക്കപ്പെടാൻ പോകുന്ന ഏറ്റവും വലിയ അനുഭൂതി എന്നാണ്
സ്വർഗം അള്ളാഹു നരകത്തിൻ്റെ ഭാഗത്താണ്, ആ ഭാഗത്താണുള്ളത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ആളുകൾ അതിലേക്ക് പോയി ചാടും. അതായത് അള്ളാഹുവിൻ്റെ ലിഖാ ആണ്. കാരണം ഈ സ്വർഗവും മറ്റുള്ള ഈ ലോകത്തുള്ള എല്ലാം അള്ളാഹു പടച്ചതാണല്ലോ. അത്രയും സുന്ദരമായി ഈ ലോകത്തെ വിഭാവനം ചെയ്ത അള്ളാഹു എത്രത്തോളം ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ എന്നാണ്. അള്ളാഹു തആല സുന്ദരനാണ്. ആ സുന്ദരമായ ആ ദാത്തിലേക്ക് നോക്കുന്നതിൻ്റെ ആനന്ദമാണ് ഒരാൾക്ക് പാരത്രിക ലോകത്ത് ലഭിക്കപ്പെടുന്ന ഏറ്റവും ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ബദ്റ കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്ർ എന്നൊക്കെ പരിശുദ്ധമായിരിക്കുന്ന ഹദീസുകളിൽ അടക്കം നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തീർച്ചയായും പരിപൂർണ്ണ രാവിൽ പരിപൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ സ്രഷ്ടാവിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആ ഒരു അനുഭൂതി അനുഭവിക്കുക, ആ ഒരു സാമീപ്യം ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. റജബിനെ ഉപയോഗപ്പെടുത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അശരീരി ഉണ്ടാകുമെന്നാണ്. യാ സുവാമി റജബിൻ ഉദ്ഖുലുൽ ജന്നത ഫീ ജിവാരില്ലാഹ്. ആ ഹിസാബ് നടക്കുമ്പോൾ, ആ ആഖിറത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനിൽ നിന്നുള്ള ഒരു അശരീരി രൂപപ്പെടുമെന്നാണ്. റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ച ആളുകളെ നിങ്ങളിതാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക അള്ളാഹുവിൻ്റെ ജിവാറിലായിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലായിക്കൊണ്ട് എന്നുള്ള വലിയ സൗഭാഗ്യവും ഈ റജബിനെ ഉപയോഗപ്പെടുത്തിയവർക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മാസങ്ങളെയും പ്രത്യേകിച്ചും റജബ്, ശഅബാൻ, റമദാനിനെയൊക്കെ യഥാവിധി ഉപയോഗപ്പെടുത്ത മുഅ്മിനീങ്ങളിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.